ഇത്രയും എളുപ്പത്തിലൊരു ക്യാരറ്റ് കേക്ക്, അതും ഭയങ്കര ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ ഒരു കേക്കിനില്ലേ നമുക്ക് ബീറ്റർ വേണ്ട, ഓവൻ വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു മിക്സി മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഞാനിപ്പോൾ ഒരു 3 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പ് ഉണ്ടാവും കേട്ടോ. 250 ml കപ്പ് ഉണ്ടാവും. നിങ്ങളുടെ അടുത്ത് കപ്പില്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കാം. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിൽ എല്ലാ മെഷർമെൻറ്റും എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യണം. അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടുകൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് ചൂടായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കാരമലാകും. ഈ ഒരു ക്യാരറ്റ് കേക്കിൽ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന സാധനം എന്ന് പറയുന്നത് ഈ ഒരു കാരമൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാരമൽ കരിഞ്ഞു പോയാൽ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് നല്ല രീതിയിൽ സക്സസ് ആയാൽ മാത്രമേ നമ്മളെ ഈ ഒരു കേക്ക് അടിപൊളിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമ്മൾ കാരമൽ റെഡി ആവും. ആദ്യം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് പഞ്ചസാര ചൂടാക്കിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള കാരമൽ കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകണ്ട, ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ മാത്രം മതിയാകും. ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് പച്ചവെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്ന് മാറി നിന്നിട്ട് വേണം ഒഴിക്കാൻ. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിടുക. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ 1 കപ്പ്, അത് ചേർത്ത് കൊടുക്കാം. അപ്പം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കിസ്മിസ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് റൈസൻസും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കിസ്മിസാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. മിക്സാക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒന്ന് വറ്റിയാൽ മാത്രം മതി. ഒരുപാട് വറ്റുമൊന്നും വേണ്ടതാ, ഈ ഒരു പരിവായാൽ മതിയാവും കേട്ടോ. ഇത് വേണം എന്തായാലും. ഇത് നമ്മൾ തണിയുന്നതിന് അതിങ്ങനെ കുറുകി വരും. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് അതിൻ്റെ മേലിൽ ഒരു അരിപ്പ വെക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയായി. ഇനി അടുത്തതായിട്ട് നമുക്ക് പഞ്ചസാര പൊടിക്കണം. അപ്പോൾ ഈ ഒരു ജാറ് ഞാൻ പഞ്ചസാര പൊടിക്കാനായിട്ട് തന്നെ മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ കോല ഇങ്ങനെ. അപ്പോൾ ഇത് പഞ്ചസാര തന്നെയാണ് കേട്ടോ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുള്ളത്. അപ്പോൾ മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3-4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഗ്രാമ്പുവിന് ഫ്ലേവർ ഈ ഒരു ക്യാരറ്റ് കേക്കിന് ഭയങ്കരമായിട്ട് ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുക്കുക. അതിലേക്ക് ഒരു 2 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കൊടുക്കുക കേട്ടോ, ഹൈ സ്പീഡിൽ തന്നെ. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര പൊടിച്ചതില്ലേ, അത് ഫുള്ളായിട്ട് തന്നെ ഈ ഒരു മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് മിക്സിയിലാണ് ചെയ്യുന്നത്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റും. ഏറ്റവും ഈസി വേർഷനിലാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. ഇനി ഈ ഒരു പഞ്ചസാരയും മുട്ടയും കൂടി വീണ്ടും ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഹൈ സ്പീഡിൽ അടിച്ചെടുക്കാം. അതിനുശേഷം 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 30 സെക്കൻഡ് ലോ സ്പീഡിൽ ഒന്ന് അടിച്ചെടുത്തതിനാൽ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. ഇനി വലിയ പണിയൊന്നുമില്ല. ഇനി നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ കാരമൽ മിക്സ് ഉണ്ടല്ലോ, ആ ഒരു മിക്സ് ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നന്നായിട്ട് തണിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടൻ്റെ മിക്സ് ഈ ഒരു കാരമൽ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ഈ ഒരു പാത്രത്തിൽ തന്നെ. എന്നിട്ട് നല്ല പോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ
മൈദ മിക്സ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നമുക്കിതിൽ വിക്സിൻ്റെയോ അല്ലെങ്കിൽ ബീറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഈ ഒരു സ്പൂണോ തവിയോ മാത്രം മതിയാവും. നല്ലപോലെ ഒരേ റൊട്ടേഷനിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നല്ലൊരു ബാറ്ററായിട്ട് കിട്ടും കേട്ടോ. നല്ല തിക്കി ബാറ്ററായിട്ട് കിട്ടും. ഇനി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 7 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് മോൾഡാണ്. അത് ഞാൻ കുറച്ച് ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മൈദ ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിയാകും. ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. റൗണ്ടായിട്ട് തന്നെ ഇങ്ങനെ തിരിച്ച് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ക്യാരറ്റ് കേക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ഞാനിപ്പം ഈ ഒരു അടികട്ടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒരു റിങ് വെച്ചിട്ട് നമ്മുടെ ടിന്ന് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 45 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വേവിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് കിട്ടും കേട്ടോ. ഇത് നമുക്ക് ഓവനിലും ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള വേർഷനിലാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിലും ഈസി ആയിട്ടും ആർക്കും ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ക്യാരറ്റ് കേക്ക് കേട്ടോ. ബേക്കിങ്ങിൻ്റെ ABCD അറിയാത്തവർക്ക് പോലും ഈ ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ഇങ്ങനെ എത്താനായല്ലേ. ക്രീം കേക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് നമ്മളെ ക്യാരറ്റ് പ്ലം അതൊക്കെ കേൾക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുൻപ് ഞാൻ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോസ് ഞാനിതാ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്. താങ്ക് യു.